അഡോളസെൻസ് എപ്പിസോഡ് 3-ൽ ബ്രയണി ജെയ്മിക്ക് ഓഫർ ചെയ്യുന്ന സാൻഡ്വിച്ച് അത് വെറും ഒരു സാൻഡ്വിച്ച് മാത്രമല്ല, അതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് കൂടിയായിരുന്നു. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ജെയ്മിക്ക് പിക്കിൾ ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി സൈക്കോളജിസ്റ്റായ ബ്രയണി ചീസ് ആൻഡ് പിക്കിൾ ചേർന്ന ഒരു സാൻഡ്വിച്ചാണ് ജെയ്മിക്ക് കൊടുക്കുന്നത്. അതിൻ്റെ അവസാനം ബ്രയണി ഈ ഒരു സാൻഡ്വിച്ചിനോട് അറപ്പ് കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തിനായിരിക്കും ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു സാൻഡ്വിച്ച് അവന് കൊടുത്തത്? അതിന് കാരണം അവൾക്ക് അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയണം. അതായത് അവനത് വേണ്ട, കുഴപ്പമില്ല എന്ന് പറയുവാണെങ്കിൽ അതിനർത്ഥം അവനൊരു നോർമൽ ടീനേജ് പയ്യൻ തന്നെയാണ്. നമുക്കറിയാം, ടീനേജ് കുട്ടികൾ എപ്പോഴും വളരെ ചൂസിയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തത് അവർ കഴിക്കാനും സാധ്യത വളരെ കുറവാണ്. പക്ഷേ അങ്ങനെയല്ല ഇവിടെ നടന്നത്. അവൻ ആ ഇഷ്ടമില്ലാത്ത ഫുഡ് അവൻ എന്തെങ്കിലും വരട്ടെ എന്ന് കരുതി കഴിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ഇവൻ്റെ ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്രവൃത്തിയിലൂടെ ബ്രയണി എന്നുള്ള സൈക്കോളജിസ്റ്റിന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. രണ്ട്, പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ സ്വയം ഒരു നിലപാടില്ലാത്തൊരു പയ്യനാണെന്ന് മനസ്സിലാക്കാം. മൂന്ന്, ഇവൻ ഒന്നിനെ പറ്റിയും ചിന്തയില്ല, അല്ലെങ്കിൽ ഒരു സൈക്കോ മൈൻഡാണെന്ന് വയ്ക്കാം. ഇനി അവസാനം ബ്രയണി ആ കടിച്ച സാൻഡ്വിച്ചിനോട് അറപ്പ് കാണിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് അവൻ കടിച്ച് ബാക്കി വെച്ചിട്ട് പോയതുകൊണ്ടല്ല, പക്ഷേ അവൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം അവൻ അവൻ്റെ ക്ലാസ്മേറ്റിനെ കൊന്നു എന്ന് പറയുമ്പോഴും ഇഷ്ടമില്ലാത്ത ഈ ഒരു ഫുഡ് കഴിക്കുമ്പോഴും അവൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസങ്ങളും കാണാൻ സാധിക്കുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യം അവനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സൈക്കോ മൈൻഡുണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ട് തോന്നാം, പക്ഷേ വെറും ഒരു സാൻഡ്വിച്ച് കൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിന് ഒരാളുടെ ക്യാരക്ടർ മുഴുവൻ മനസ്സിലാക്കാനും അവനെക്കൊണ്ട്, അതായത് ജെയ്മിയെ കൊണ്ട് അവൻ്റെ കുറ്റസമ്മതം അവൻ പോലും അറിയാതെ പറയിപ്പിക്കാനും പറ്റും.